ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള മനസ്സോടെ നമുക്ക് വ്യാപരിക്കാം. നന്ദി മാത്രമായിരിക്കട്ടെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ. കാരണം ഈ തിരുഹൃദയ തിരുനാൾ ഒരുങ്ങി ആരംഭിച്ച് ഈ ജൂൺ മാസം മുഴുവൻ കടത്തിവിടുമ്പോൾ എണ്ണമറ്റ നന്മകൾ ഈശോ എന്നിലേക്കും വചനം ലഭിച്ചവരിലേക്കും തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരിലേക്കും ഈശോ തന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. ഇത്തരുണത്തിൽ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു വചനം, സങ്കീർത്തനം 104 സങ്കീർത്തനം 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ലെവിയാഥൻ അതിൽ വിഹരിക്കുന്നു. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു, അങ്ങ് കൈ തുറക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വചനമാണ് ഏറ്റവും പ്രത്യേകമായി നാം ചിന്തിക്കുക. അങ്ങ് സൃഷ്ടിച്ച ലെവിയാഥൻ അതിൽ വിഹരിക്കുന്നു. കപ്പലുകൾ സഞ്ചരിക്കുന്നു, അതിൽ ലെവിയാഥൻ വിഹരിക്കുന്നു. ഈ ലെവിയാഥൻ യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അങ്ങയെ നോക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു, അങ്ങ് കൈ തുറക്കുന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഭക്ഷിക്കാനും പാനം ചെയ്യാനും സംതൃപ്തി അടയാനും ഒക്കെ ഈശോയുടെ തിരുഹൃദയം എന്നെയും നിങ്ങളെയും വിളിച്ചു ചേർത്ത ദിവസത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ മനസ്സും ഹൃദയവും അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന അനേകർക്ക് ഈശോയുടെ തിരുഹൃദയം ഈ 30 ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്ത അനുഗ്രഹങ്ങൾ അത്ഭുതാവഹമാണ്. ചെറുതല്ല, ഒത്തിരി വലുതാണ്. 10 ദിവസത്തെ ധ്യാനത്തിന്റെ ഇടയിൽ ഓരോ ദിവസവും കിട്ടിയ കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചിരുന്നു. എന്നാൽ മുഴുവനായി ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം കരങ്ങൾ അടിച്ചു നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവം നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞാൽ തീരില്ല. നാളിത് പോരാ. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ ഈശോയുടെ തിരുഹൃദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുഹൃദയം നമ്മളിലേക്ക് കൃപകൾ ചൊരിയുന്ന സമയം, നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചേർത്ത് വെക്കുന്ന സമയം, കൃപാമാരി കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന സമയം. ഓ ഈശോയുടെ തിരുഹൃദയമേ, ആയുസ് പോലെ നിനക്ക് നന്ദി പറഞ്ഞാൽ കർത്താവെ, ദിനങ്ങൾ പോലെ നിനക്ക് നന്ദി പറഞ്ഞു തീർക്കാൻ. ഓ കർത്താവെ, നന്ദി. ഒരിക്കൽ കൂടി അവൻ നമ്മൾ ക്രൂശിൽ വീണ്ടെടുത്തതോർത്ത് നന്ദി പറയാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതോർത്ത് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ കുർബാനയിൽ പങ്കെടുക്കാൻ കൃപ നൽകിയതോർത്ത് നന്ദി പറയാം. വലിയ ആശ്വാസ മനസ്സ് നൽകിയതോർത്ത് തിരുഹൃദയത്തിന് നന്ദി പറയാം. നാളിത് പോരാ, നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനഭാഗം 103 സങ്കീർത്തനമാണ്. 103 സങ്കീർത്തനത്തിൽ 1 മുതൽ 5 വചനങ്ങൾ പ്രത്യേകമായി നാം ഒന്ന് ധ്യാനിക്കുകയാണ്. 103 സങ്കീർത്തനത്തിന്റെ ഹെഡിങ് എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. സങ്കീർത്തന ഹെഡിങ് ആണ് എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. സങ്കീർത്തകൻ തന്റെ ആത്മാവിലേക്ക് നോക്കി പറയുകയാണ്, ആത്മാവെ നീ കർത്താവിനെ വാഴ്ത്തുക, നീ കർത്താവിനെ സ്തുതിക്കുക. ആത്മാവെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നല്ല ഇവിടെ പറഞ്ഞു വെച്ചത്, മറിച്ച് എന്താണ്? നീ കർത്താവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ പടിയാണ് സ്തുതിപ്പ്. ഒരാത്മാവിന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. അവൻ കർത്താവിനെ സ്തുതിക്കാൻ തന്റെ ആത്മാവിനോട് പറഞ്ഞിട്ട് സങ്കീർത്തനത്തില് 1-2 വചനങ്ങൾ പ്രകാരമാണ്, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. പ്രിയപ്പെട്ടവരെ, ആത്മാവിനോട് പറഞ്ഞു കർത്താവിനെ വാഴ്ത്തണം. അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ, യേശു എന്ന നാമത്തെ, ആകാശത്തെ മനുഷ്യരുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ആ നാമത്തെ സ്തുതിക്കണം, വാഴ്ത്തണം, പുകഴ്ത്തണം, സ്തുതിക്കണം. നിന്റെ ദൈവത്തെ സ്തുതിക്കണം. ആത്മാവോട് പറയുകയാണ്. എന്നിട്ടോ അടുത്ത വചന പ്രകാരമാണ്, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ
അനുഗ്രഹം ഒന്നും മറക്കരുത്. എന്തിനാണ് കർത്താവിനെ വാഴ്ത്തണമെന്ന് പറഞ്ഞത്? ആത്മാവിനോട് അന്തരംഗത്തോട് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുകയാണ്, ആത്മാവേ അന്തരംഗമേ നീ കർത്താവിനെ വാഴ്ത്തണം. എന്തിന്? അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നാളുകളില് ചിലപ്പോഴൊക്കെ ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരു വ്യക്തി പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഇപ്രകാരമാണ്: കണ്ണ് പെട്ടെന്ന് 20-ാമത്തെ വയസ്സിൽ ശക്തമായ ഡയബറ്റിക് വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് മുമ്പിലുള്ളത് കടന്നു പോകുന്നത് മങ്ങലായിട്ടെങ്കിലും എനിക്കൊന്ന് കാണാൻ പ്രാർത്ഥിക്കണം. വേറൊരു വ്യക്തിയുടെ പ്രാർത്ഥന ആവശ്യം: സിസ്റ്ററെ, എത്രയോ നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ കണ്ണാടി ഒന്ന് മാറ്റിക്കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, രണ്ട് വ്യത്യസ്തമായ വ്യക്തികളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുക. എന്തിനാണ് നാം പറയേണ്ടത് അവരോട്? കണ്ണാടി വെച്ചപ്പോൾ കാണാമെന്ന വ്യക്തി പറയുകയാണ് കണ്ണാടി മാറ്റാൻ. മറ്റൊരു വ്യക്തി മങ്ങലായിട്ടെങ്കിലും കണ്ണ് അടഞ്ഞുപോയി, ശക്തമായി കാഴ്ചയില്ലാത്ത അവസ്ഥ, എനിക്കൊന്ന് മങ്ങലായിട്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നന്ദി പറയാൻ എനിക്കും നിങ്ങൾക്കും ഏറെയുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്ദി. പെട്ടെന്ന് പുറത്തൊരു അത്ഭുതം സംഭവിക്കുന്നത് മാത്രമല്ല നന്ദി, സഹനങ്ങൾ തരുന്നോർത്ത് നന്ദി പറയണം. ഞാൻ ഓർക്കുകയാണ്, ഈ 30-ാം തീയതി തിരുഹൃദയത്തെ തിരുനാളിന്റെ അല്ലെങ്കിൽ തിരുഹൃദയ മാസത്തിന്റെ അവസാന ദിവസം ശുശ്രൂഷകൾ ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. കാരണം ഒരു 7 ദിവസമായിട്ട് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു അസ്വസ്ഥത എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ശക്തമായി ഞാൻ പ്രാർത്ഥിക്കാണ്, കർത്താവേ എന്താണ്? എന്നാൽ ഈ ദിവസങ്ങളിൽ ഏകദേശം ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് കഠിനമായ ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒന്നും അങ്ങോട്ട് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ സഹനത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഈ കഠിനമായ സഹനത്തിന്റെ അവസരത്തിൽ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഇതാ 30-ാം തീയതി രാവിലെ ഈശോയോട് പറയുകയാണ്, ഈ സഹനം എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ന് ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കാനായിരുന്നു. ആ സഹനം ഉള്ളത് കൊണ്ട് ഈശോ പുതിയ അനുഭവങ്ങൾ എനിക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ തീർച്ചയായും ആ വലിയ സഹനത്തെ ഓർത്ത്, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന എടുക്കാൻ പറ്റാത്ത ചില സഹനങ്ങളെ ഓർത്ത് നന്ദി പറയേണ്ടതുണ്ട്. തീർച്ചയായും നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ കണ്ണാടി വെച്ച വ്യക്തി കാഴ്ചയില്ലാത്ത വ്യക്തിയേക്കാൾ എത്രയോ അധികം നന്ദി പറയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ആത്മാവിനോട് ഞാൻ പറയണം, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ പുകഴ്ത്തുക, ഇവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയുടെ തിരുഹൃദയം ഈ 30 ദിനങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപകൾ വാരി കോരി ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ പൗലോസ്ലീഹായെ പോലെ പറ, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ് ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നന്ദി, നന്ദി, നന്ദി. ചില വ്യക്തികൾ പറയുകയാണ്, ഭർത്താവ് എന്നെ 3 ദിവസം കൂടുമ്പോഴേ വിളിക്കുന്നു, അതുകൊണ്ട് സിസ്റ്റർ എല്ലാ ദിവസവും എന്നെ വിളിക്കാനും എല്ലാ ദിവസവും എന്നോട് 1 മണിക്കൂറെങ്കിലും സംസാരിക്കാനും പ്രാർത്ഥിക്കണം. വേറൊരു വ്യക്തി ഭർത്താവിനെ വിളിച്ചിട്ട് 8 മാസമായി വീട്ടിൽ കൊണ്ടുപോയി തിരിഞ്ഞു നോക്കുന്നില്ല, സിസ്റ്ററെ എന്നെ ഒന്ന് വിളിക്കാൻ, ഇന്നെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ 2 തലങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും ആത്മാവില് മനസ്സിന്റെ തലങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ഏറെയുണ്ട്. ഇതിലൊരു വൈദികൻ സംസാരിക്കുകയാണ്, സിസ്റ്ററെ എനിക്ക് ഈ ആക്സിഡന്റ് വന്ന് ഞാൻ ഈ കട്ടിൽ ഇരിക്കുന്നതോർത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ അതെന്താ കാരണം? ഈ ആക്സിഡന്റ് വന്നപ്പോ എന്നെ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും കുമ്പസാരിപ്പിക്കാൻ പോകുമായിരുന്നു. കുമ്പസാരിപ്പിക്കാൻ ഞാൻ ചെല്ലുമ്പോ ആളുകൾക്ക് ഒരുപാട് വൈദികർ വരുമ്പോഴും ആളുകൾ എന്റെ കുമ്പസാരം കൊണ്ടുമ്പോൾ ക്യൂ നിൽക്കും. ആളുകൾ പറയും, ആ അച്ഛന്റെ അടുത്ത് എനിക്ക് കുമ്പസാരിച്ചാൽ മതി. അപ്പോൾ ധ്യാനകേന്ദ്രത്തിലുള്ള ആളുകൾ ഒത്തിരി നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ആളുകൾ കുമ്പസാരിക്കുന്ന വൈദികന്റെ അടുക്കലേക്ക് വരും. ഈ വൈദികന്റെ അടുക്കലേക്ക് ആളുകൾ കുമ്പസാരിക്കാൻ വരികയാണ്. അങ്ങനെ വൈദികന്റെ അടുക്കലേക്ക് കുമ്പസാരിക്കാൻ ആളുകൾ ഓടി ഓടി വരുന്ന ഈ സമയത്ത് ഈ വൈദികൻ ഇപ്രകാരം
ചിന്തിച്ചു, എന്റെ ഈശോയെ എനിക്കെന്ത് യോഗ്യത. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ബൈക്ക് ആക്സിഡന്റിൽ പറ്റ് മുട്ട് പ്രശ്നമായി ഓപ്പറേഷൻ ചെയ്ത് കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ചെയ്ത ശുശ്രൂഷയിൽ സ്വർഗം സന്തോഷിച്ചു, ഒപ്പം പിശാച് അസൂയപ്പെട്ടു. പിശാചിന് എന്നോട് അസൂയുണ്ടെന്നും അവൻ എന്നിൽ അസൂയപ്പെടുന്നെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്റെ സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ ഇനിയും ഞാൻ ശുശ്രൂഷ ചെയ്യാൻ ഈശോ എന്നെ അനുവദിച്ചൊരു സമയമാണിത്, എന്നെ പഠിപ്പിച്ച സമയമാണ്. സ്വർഗം സന്തോഷിക്കുന്നെന്നും സാത്താൻ എന്നെ ഭയപ്പെടുന്നെന്നും എനിക്കൊരു ബോധ്യം തരാനാ സിസ്റ്ററെ ഈശോ എന്നെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയൊരു ജ്ഞാനമാണത്. ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ കാര്യത്തിലും വ്യത്യസ്തമായ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് ഈശോയോട് ഈ ദിവസം പറയണം, ഈശോയെ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഈ സഹനം ഓർത്ത് നന്ദി പറയുക. ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക. വരാനിരിക്കുന്ന നന്മകൾ എത്രയോ വലുതെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിഞ്ഞുകൂടാ. കർത്താവിന്റെ തിരുഹൃദയം നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെ വലുതാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും രണ്ടു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിന് എനിക്കും നിങ്ങൾക്കും നൽകിയ എല്ലാ നന്മകൾക്കും സഹനങ്ങൾക്കും വേദനകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തിരുഹൃദയമേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുഹൃദയത്തിൽ ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞാൽ തീരില്ല. നാളിത് പോരാ, നാളിത് പോരാ. അത്രമാത്രമാണ് കർത്താവിന്റെ തിരുഹൃദയം നമുക്ക് ഈ ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊല്ലിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനത്തിൽ 3-ാമത്തെ വചനം, 103-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം ഞാനും നിങ്ങളും എണ്ണി എണ്ണി നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അതെ പ്രിയപ്പെട്ടവരെ, രണ്ട് വലിയ അനുഗ്രഹങ്ങൾ എണ്ണി ഓർത്തുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുകയാണ്, എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും ക്ഷമിച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും കരുതലും ക്ഷമയും കരുണയും കാണിക്കുന്ന ദൈവത്തെ ഓർത്ത് നീ നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വിശുദ്ധി എന്ന് ജീവിക്കാൻ പലപ്പോഴും പറ്റാതെ പോകുന്നു. കുറവുകൾ ഏറെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുന്നു. അതെല്ലാം ക്ഷമിക്കാൻ ഒരു നിമിഷം ഈശോയെ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പൊറുക്കാൻ തയ്യാറാകുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോയുടെ സ്നേഹം എന്ന് പറയുക. അപ്പോൾ ഇന്ന് നീ എന്നെ കേൾക്കുന്ന നീ പറയണം, എന്റെ ഈശോയെ എന്റെ പാപങ്ങൾ പുറത്തതോർത്ത് അകൃത്യങ്ങൾ ക്ഷമിച്ചതോർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ, ഈ പാപത്തിൽ നിന്ന് അകൃത്യം ശുദ്ധീകരിക്കാൻ കർത്താവ് സഹനങ്ങൾ തരികയാണ്. കുമ്പസാരിക്കാൻ അവസരമില്ലാതെ നമ്മൾ വ്യാപരിക്കുമ്പോ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്, ഈശോയോട് നിന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയും. കർത്താവ് തന്റെ പരിശുദ്ധമായ ആശീർവാദം പരിശുദ്ധ മാർപ്പാപ്പയിലൂടെ നമുക്ക് തരികയാണ്. ദണ്ഡവിമോചനം നമുക്ക് തരികയാണ്. സ്വർഗമിത്ര മാത്രം എന്നെയും നിങ്ങളെ കരുതുന്നെങ്കിൽ നിശ്ചയമായും കർത്താവിനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത കാര്യം, നിന്റെ രോഗങ്ങൾ അവിടുന്ന് സുഖമാക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, ഈശോ തിരുഹൃദയ തിരുനാളിന്റെ ഈ ദിവസങ്ങൾ, ഈ നാളുകളിൽ എത്രയോ രോഗസൗഖ്യങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നു. ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ സോറിയാസിസ് പോലുള്ള രോഗപീഠകൾ വർഷങ്ങളായിട്ടുണ്ട്. അവനൊരിക്കലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി. എന്നാൽ ഇതാ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വന്നു. വിവാഹം ഉറപ്പിച്ചു, അവളോട് പറയാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്നൊരവസ്ഥ വന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ചെറുപ്പക്കാരൻ വേദനിച്ച് വിങ്ങി വിങ്ങി കരയുമ്പോ ഒരു പ്രയർ റിക്വസ്റ്റ് അയച്ചു. അവരോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, വചനങ്ങൾ ശ്രവിക്കുക, ഈശോയുടെ തിരുഹൃദയ മാസമാണിത്, സമർപ്പിക്കുക, വിശുദ്ധ ജലം തൊട്ടു തൊട്ട് നീ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്നലെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, സിസ്റ്ററെ എന്റെ ശരീരത്തിൽ നിന്ന് രോഗം മുഴുവൻ പോയിട്ട് ഇന്ന് 2 ആഴ്ചയാവുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഈശോനെ സൗഖ്യപ്പെടുത്തി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി സിസ്റ്ററെ, താങ്ക് യു എന്ന് ആവർത്തിച്ച് പറയുമ്പോ ഓയിന്റ്മെന്റുകളല്ല അവിടെ സൗഖ്യം കൊടുത്തത്. ഈശോയുടെ കൃപയുടെ ശക്തി
തിരുഹൃദയത്തൊഴുക നീർച്ച ജീവജലം. അവിടെ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, കണ്ണു അടച്ചേ. എന്റെ പാപങ്ങൾ പൊറുക്കുന്നു എന്റെ ദൈവം, എന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു എന്റെ ദൈവം. ആ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ. പ്രിയപ്പെട്ട മക്കളെ, ഇനി 4-ാമത്തെ വചനം. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു മനുഷ്യൻ പാതാളത്തിലേക്ക് താണുപോയപ്പോൾ, ജീവൻ തീർന്നെന്ന് വിചാരിച്ചപ്പോൾ അവരെ പാതാളത്തിന് പൊക്കിയെടുക്കുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്ന സങ്കീർത്തകനെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ടോ അവന് സ്നേഹവും കരുണയും കൊണ്ട് അവന്റെ ജീവിതത്തെ കിരീടമണിയിക്കുന്നു. 2 കാര്യങ്ങളാണുള്ളത് ഈ തിരുകഥയ മാസത്തിൽ. എനിക്ക് 2 ടെസ്റ്റിമണികൾ ഈ ദിവസങ്ങളിൽ കടന്നു വന്ന ഇപ്രകാരമാണ്. വലിയ ക്യാൻസർ രോഗത്തെ അടിമപ്പെട്ട ഒരു സ്ത്രീ, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, 2 പെൺകുട്ടികൾ, വിവാഹ പ്രായമെത്തി, കാര്യങ്ങളൊന്നും അങ്ങ് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ, വലിയ സാമ്പത്തിക ഞെരുക്കം, രോഗത്തിന്റെ പീഡകൾ കൊണ്ട് സാമ്പത്തിക ഞെരുക്കം, രോഗമുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വേദനിക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ വലിയൊരു അവസ്ഥയിൽ നിന്നും മക്കളുടെ ഭാവിയെല്ലാം ഓർത്ത് വേദനിക്കുന്ന ആ സ്ത്രീ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് ആ വ്യക്തി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സിസ്റ്ററെ, വലിയൊരു മിറക്കൽ സംഭവിച്ചിരിക്കുകയാണ്. എനിക്കൊരു കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ രോഗമായപ്പോൾ അത് കൊടുത്തിരുന്നു. പക്ഷെ അത് റിജക്റ്റ് ആയി. എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തിട്ടും റിജക്റ്റ് ആയി. അത് കിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മറന്നു. ഏകദേശം 1 വർഷത്തോളമെങ്കിലും ആയിക്കാണും. ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ ഈ നാളുകളിൽ ഹൃദയം നിന്ന് തിരുഹൃദയത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോട് ഉത്കണ്ഠപ്പെടുകയാണ്. എന്റെ ജീവിതത്തിൽ എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതാ സിസ്റ്ററെ, ഇന്നലെ 4-ാമത്തെ കീമോ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് ഫോൺ എടുക്കുമ്പോ എന്റെ ഫോണിലേക്ക് 10,40,000 രൂപ ക്രെഡിറ്റ് ആയിരുന്ന ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. അത് ഞാൻ പേടിച്ചു പോയി. ഇത് വേറെ ആരെങ്കിലും തെറ്റായിട്ട് വന്നതാണോ? ആരോടും പറയാൻ എനിക്ക് പറ്റില്ല, പേടിയാണ് എനിക്ക്. ഞാൻ വീണ്ടും എടുത്തു നോക്കി, ഇത് എവിടെ നിന്ന് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ മെസ്സേജ് ആണ്. എന്നാൽ എല്ലാ മാസവും എനിക്ക് കറക്റ്റ് അറിയില്ല, 10,000 രൂപ വെച്ച് എനിക്ക് അവർ തന്നോണ്ടിരുന്നതാണ്. അപ്പോൾ തിരിച്ച് എനിക്ക് കിട്ടാനുള്ളത് 10 ലക്ഷമാണ്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 10,40,000 രൂപയാണ്. ഇതെന്ത് അത്ഭുതമാണ് സംഭവിച്ചിരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സിസ്റ്റർ കള്ളം പറയുകയല്ല, സിസ്റ്റർ ഫോണിലുണ്ട് ഇതൊക്കെ. ജീവിതങ്ങളിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തി, ഒരു ചേട്ടൻ, ഒരുപാട് കടങ്ങളുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ സാമ്പത്തിക ബാധ്യത തീരാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു മറുപടി ഞാൻ അയച്ചു. സങ്കീർത്തനം 23, കർത്താവാണ് എന്റെ ഇടയൻ. ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ എനിക്ക് തിരിച്ചു മെസ്സേജ് അയച്ചു, സിസ്റ്ററെ, എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഞാൻ സങ്കീർത്തനം 23 ചൊല്ലുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മനുഷ്യന്റെ ബുദ്ധിയിലുണ്ട്, സിസ്റ്റർ പിന്നെ എന്തിന് പ്രത്യേകിച്ച് ഒരു സങ്കീർത്തനം 23 പറഞ്ഞു. ഞാൻ തിരിച്ചൊരു മറുപടി അയച്ചു, വിശ്വാസത്തോടെ 23-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഒരു 2 ദിവസമായോ എനിക്കറിയില്ല, കറക്റ്റ് ഓർക്കുന്നില്ല, 2-ാം ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു, മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സിസ്റ്ററെ, 23-ാം സങ്കീർത്തനം ദൈവം തമ്പുരാന്റെ അപ്പന്റെ കരുണ ഞാൻ കണ്ടു. 1 രൂപ പോലും എന്റെ പേഴ്സിൽ ഇല്ല സിസ്റ്ററെ, 1 രൂപ പോലും ഇല്ല. എന്നാൽ എനിക്കിതാ ഇന്ന് ഉച്ചയ്ക്ക് SBI ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപേക്ഷിച്ച ലോൺ ഉണ്ടല്ലോ 18,000 രൂപയ്ക്ക് അത് സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന്. വലിയ തുകയൊന്നുമല്ല സിസ്റ്ററെ, പക്ഷേ 23-ാം സങ്കീർത്തനം വായിക്കാൻ തന്നെ പിറ്റേ ദിവസം ഇത് സംഭവിച്ചു സിസ്റ്ററെ. എന്റെ ദൈവത്തിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, പാതാളത്തിലേക്ക് വീണ് പോകുന്ന ജീവിതത്തിൽ കർത്താവിന്റെ പക്കലേക്ക് ചേർന്നിരുന്നാൽ നിശ്ചയമായും കൃപ തരും 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 തരും. അത് വെറുതെ പറയുന്നതല്ല, അത് ഉറപ്പോടെ പറയുകയാണ്. തിരുഹൃദയം ജൂൺ മാസത്തിൽ കൊടുത്ത കൃപകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ഇന്ന് 1 മണിക്കൂറല്ല 2 മണിക്കൂർ പറഞ്ഞാലും തീരില്ല. ഞാൻ വലിയ സിസ്റ്റർ ഈ മുറിയിലിരുന്ന് നിങ്ങളോട് പറയുമ്പോ എന്റെ ഫോണിലേക്ക് ആളുകൾ അയച്ച ടെസ്റ്റിമണികൾ ഒന്നൊന്നാ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? അതാരെയും ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് ഇതെല്ലാം ഓർത്തീശോയുടെ തിരുഹൃദയത്തിന് 1000 നന്ദി പറയാൻ.
പ്രിയപ്പെട്ട ദൈവജനമേ, എത്രയോ വ്യക്തികളാണ് ദിവസങ്ങളിൽ ഇതുപോലുള്ള മെസ്സേജുകൾ അയക്കുക. തിരുഹൃദയത്തിന്റെ സ്നേഹം അത് വളരെ വലുതാണ്. അപ്പോൾ എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കും. കടക്കിണയിൽ നിന്ന്, വലിയ ബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അത്ഭുതകരമായി ഇറങ്ങിയവരും. മക്കബാരുടെ പുസ്തകം ഞാനും നിങ്ങളും വായിക്കുമ്പോൾ ദൈവം തന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ ശക്തമായി പ്രകടിപ്പിച്ച അനേകം അനുഭവങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഇനി നമ്മൾ വീണ്ടും കാണുകയാണ്. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിക്കും. നിന്റെ ജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോയോ, കരുണ നഷ്ടപ്പെട്ടു പോയോ, അത് രണ്ടും ഈശോ നിനക്ക് നൽകി നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് അതോർത്ത് നിന്നെ കർത്താവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ മാസം, അതായത് ജൂൺ മാസം 18-ാം തീയതി ഈശോയുടെ തിരുഹൃദയം ചെയ്ത വലിയൊരു അത്ഭുതത്തെ കുറിച്ച് ഒരമ്മ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മയുടെ മകളെ കെട്ടിച്ചു വിട്ടു. മകളും ഭർത്താവും തമ്മിൽ ശക്തമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, പരസ്പരം മിണ്ടുന്നില്ല. അങ്ങനെ പല വിധത്തിൽ ഭാരപ്പെടുന്നു. മകന്, മരുമകൻ, അപ്പനെ, അമ്മയെ, അതായത് അമ്മായിമ്മ ഇഷ്ടമില്ല. ഫോൺ വിളിക്കില്ല, സംസാരിക്കില്ല. ചേച്ചി പറയുകയാണ്, ഈ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ, ഈ മകൻ ഞങ്ങളോടൊന്ന് മിണ്ടണം. ഞാൻ മകളോടും പറഞ്ഞു, ഈ തിരുഹൃദയ തിരുനാൾ കൂടാൻ പറഞ്ഞു. 10 ദിവസത്തെ ശുശ്രൂഷ ഞാൻ അയച്ചു കൊടുത്തു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോയുടെ തിരുഹൃദയം അനുഗ്രഹിച്ചു. സിസ്റ്ററെ, വ്യാഴാഴ്ച ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച എന്റെ ഭർത്താവ് അവനെ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ വിളിച്ച ഒരിക്കലും ഫോൺ എടുക്കില്ല. എന്നാൽ അന്ന് ഞങ്ങൾ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചപ്പോ അപ്പ എന്ന് പറഞ്ഞ് പപ്പ എന്ന് അവൻ വിളിച്ചുകൊണ്ട് ഫോൺ എടുത്തു. സിസ്റ്ററെ, അത്ഭുതമാണ് സിസ്റ്ററെ. അവൻ മിണ്ടി. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഇതാ അവൻ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു. ഞങ്ങളൊരു വീട് അവർക്ക് വേണ്ടി പണിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നില്ല നിങ്ങളുടെ ഒന്നും വേണ്ടെന്ന്. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പ എന്നാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാവുക? ഞാൻ വരാം എല്ലാം നോക്കാൻ. ഒരമ്മ പറയുകയാണ്, ഇതിൽ പരം ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട സിസ്റ്ററെ. എന്റെ മകനും മകളും സ്നേഹത്തിലേക്ക് വന്നു. സമ്പത്തല്ല അവർ ചോദിച്ചത്, സ്നേഹം. സ്നേഹം സ്നേഹം ചോദിച്ച ഒരു ജീവിതം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം എന്ന് പറയുക. ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണ എന്ന് പറയുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തു. ഞാൻ കണ്ടു, എന്റെ ഫോണിലുണ്ട് ഈ മെസ്സേജുകളൊക്കെ. ഇതെല്ലാം നിങ്ങളോട് പറയുമ്പോ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് അന്വേഷിച്ചിട്ട് വലുതാന്ന് പറയാനില്ല. മറിച്ച് ഈശോയുടെ തിരുഹൃദയം ചെയ്ത് ഈ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ വയ്യ. നന്ദി പറഞ്ഞാൽ തീരില്ല മക്കളെ, നന്ദി പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ ഈശോയുടെ തിരുഹൃദയം തന്നു കഴിഞ്ഞു. തിരുഹൃദയം ചൊരിഞ്ഞു കഴിഞ്ഞു. സ്നേഹവും കരുണയും കൊണ്ട് ഈശോയുടെ തിരുഹൃദയം അനുഗ്രഹിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് കരയുകയാണ്. അപ്പോൾ അവന്റെ ആന്റി ഇവിടെ തിരുഹൃദയ തിരുനാൾ കൂടി 10 ദിവസം എന്നിട്ട് അത് അവർ അയച്ചു കൊടുക്കുകയാണ്. നീ ഇത് കൂടി പ്രാർത്ഥിക്കും. ആ ചേച്ചി എനിക്ക് അവന്റെ മെസ്സേജ് അയക്കുകയാണ്. ഇന്ന് അവർ ഇന്റർവ്യൂ, ഓഫർ ലെറ്റർ വന്ന് ഫൈനലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. അതാണ് ഈശോയുടെ തിരുഹൃദയം ചെയ്യുന്ന കൃപകൾ. ജോലി എത്ര പേർക്ക്, എത്രയോ മക്കൾക്ക്. അപ്പോൾ ഈശോ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് ചോദിക്കരുത്. പ്രിയപ്പെട്ടവരെ, കാത്തിരുന്നു തിരുഹൃദയം തരും. നിങ്ങൾ ഉറപ്പാ തരും. സഹനമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതിനൊക്കെ പ്രതിഫലം തരാൻ ഈശോയുടെ തിരുഹൃദയം വരും. സ്നേഹവും കരുണയും കൊണ്ട് നിന്റെ കിരീടമണിയിക്കും. നിന്റെ യൗവനം കഴുകണ്ടതുപോലെ നവീകരിക്കാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും അവിടെ നിന്നെ സംതൃപ്തനാക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം നൽകുന്ന കൃപകൾ അത് വളരെ വളരെ വലുതാണ്. മാനസാന്തരം. സിസ്റ്ററെ, ഇതുവരെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സിസ്റ്ററെ, പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ഞാൻ ഈ വചനം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. ചെയ്തു പോയ വ്യക്തികള് എന്നോട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വേണ്ടി ഓർത്തുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ഈശോ, 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 ഈശോ. അബോലോകമറദ പരകമച്ചനക ബദോ വരദ പരദ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. എണ്ണമില്ലാത്ത നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ പാടിക്കാം. നന്മകൾ എന്നിൽ
ചൊരിയും വന്ദയായി ഓർക്കുമ്പോൾ എണ്ണമില്ല നന്മകൾ എന്നിൽ. ചൊരിയും വന്ദയായി ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ എന്നെ സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ സാധുവാകും. എന്നെ സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കൺകൾ നിറയും നിന്റെ പ്രിയനേ. കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും നിന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ
ഓർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴാതിരുന്നിടും. യേശുവേ ആരാധനയിലേക്ക് വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുഹൃദയം ഈ ദിവസം അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി ഈ ദിവസം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ, സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. ലോകനായകനാമീശനു ബലിയണയ്ക്കുന്നു, ജീവിതം പരമനാഥനു കാഴ്ചവയ്ക്കുന്നു. ചോദിക്കുന്നതിലും കൂടുതൽ ഈശോ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ഭാരപ്പെടുന്ന അവസ്ഥ, സങ്കടങ്ങളുടെ അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ, പരീക്ഷകൾ എഴുതി ജോലി കിട്ടാത്ത അവസ്ഥ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഇൻ്റർവ്യൂ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് പറഞ്ഞില്ലേ വെളിപാട് 6:2 അവൻ വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു എന്ന്. കർത്താവേ, ഇന്ന് ഈ മക്കൾ പല വിധത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തി തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ച ഉത്ഥിതനായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ അനന്തമായ കരുണാകൃപ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങളിലേക്ക് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കൽ എല്ലാവരും മുട്ടുകൾ മടക്കി മനമുയർത്തി ഹൃദയമുയർത്തി ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഓ കർത്താവെ നന്ദി പറയുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ പുകഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഓ കർത്താവെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈശോ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ എല്ലാ മക്കളും ലോകത്തിന്റെ നാനാ കോണുകളിൽ മക്കള് കർത്താവെ അവരെ ഓരോരുത്തരും ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ അന്നയുടെ ദിവസം, ഈ നന്ദി പറച്ചില്ല ദിവസം കർത്താവെ അനുഗ്രഹമായി മാറട്ടെ. സോളമൻ ദേവാലയം പണിത് അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ ദേവാലയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിലേക്ക് കർത്താവെ നിന്റെ ശക്തമായ മേഘം
പറന്നിറങ്ങി വന്നതുപോലെ, കർത്താവേ നിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, ഓ കർത്താവേ നിന്റെ മക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവി ചായ്ച്ച് ഈ നന്ദി പ്രകടനത്തിന്റെ മേൽ കർത്താവേ ഈ കൃപകൾക്ക് മേൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഈശോയുടെ തിരുഹൃദയം ഈ ദിനങ്ങളിൽ ചെയ്ത വലിയ നന്മകളെ ഓർത്ത്, പ്രിയപ്പെട്ട മക്കളെ, നിനക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റു പലർക്കും ഈശോ കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മനം തുറന്ന്, നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയത് ഓർത്ത് നന്ദി പറഞ്ഞു ഒന്ന് സ്തുതിച്ച്, മനം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ നന്ദി പറയുന്നു, ഓ കർത്താവെ ആരാധിക്കുന്നു, ഓ കർത്താവെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയെ ആരാധിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സോളമന്റെ പ്രാർത്ഥനയുടെ നേരെ, അവന്റെ അപേക്ഷകളുടെ നേരെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്ത കർത്താവെ, ശക്തമായ ഇടപെടലുണ്ടാവട്ടെ. കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞപ്പോൾ, കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ, കർത്താവെ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ, ശുശ്രൂഷ ചെയ്യാനോ പോലും സാധിക്കാത്ത വിധത്തിൽ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു. ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറഞ്ഞു. ഓ കർത്താവെ, ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചതുപോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റമറാതന ഗശം ബലത പലഖമറത മറത. ആരാധന. കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ ഉത്തരമുണ്ട്. കർത്താവെ നീ തരും വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാം.
നന്ദി പറ. ഓ കർത്താവേ, ഈ സങ്കടങ്ങൾ എണ്ണി പറയാൻ നിന്റെ മുമ്പിലേക്ക് എന്നെ ചേർത്ത് പിടിച്ചതോർത്ത് നന്ദി പറയുക. അനുഗ്രഹത്തിന്റെ ഈ രാത്രി കർത്താവെ, നിനക്ക് സ്തുതി അർപ്പിക്കുന്ന ഈ രാത്രി, ഓ കർത്താവെ, നിന്നിലേക്ക് നിന്റെ പക്കലേക്ക് ഭക്ഷണം തേടി തിരിഞ്ഞ ലഭിയാതിന് കൈതുറന്നു കൊടുത്ത് സംതൃപ്തമാക്കി എടുക്കുക. കർത്താവെ, ഇതാ നിന്റെ പക്കലേക്ക് മുഖം തിരിച്ചു വെച്ച് ഞങ്ങളായിരിക്കുന്നപ്പ. കർത്താവെ, ഈ സമയം ഈശോയെ വേദനിക്കുന്ന എത്രയോ മക്കളാണ് കർത്താവെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ, സമാധാനമില്ലാത്ത അവസ്ഥ, കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത മക്കളുണ്ട്. കർത്താവ്, നീ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ നിനക്ക് പറ്റാതെ നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ്, എത്ര ബിസിനസ് നടത്തിയിട്ടും തകർന്നു പോകുന്നു, പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് എനിക്ക് തോന്നുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ചേർത്ത് വെച്ച്, ഏതവസ്ഥയാണെങ്കിലും വലിയ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും അതെല്ലാം ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ട മക്കളെ, കോവിഡ് എന്ന മഹാമാരി എന്നെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും തകർന്നു പോകാത്ത മനസ്സോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. സങ്കീർത്തനം 10:14 വചനം. എല്ലാ മക്കളും ഈശോയുടെ മുഖത്തേക്ക് ഉറ്റുനോക്ക്. ഹൃദയം കൊണ്ട് ഈ വചനത്തോടൊപ്പം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകൾ. കർത്താവെ, ദാമ്പത്യ ജീവിതം തകർന്നു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച മക്കളെ ഈശോയെ, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച ഈശോയെ, ഈശോ ഈശോ, വിവാഹം തടസ്സം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ ഈശോയുടെ കണ്ണുകൾ നമ്മളെ കണ്ടു. കനത്തിന്റെ ഈരടികൾ മാത്രം